ഹായ് ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെ എല്ലാവരെയും വിശേഷം? എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ നമ്മളെ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടോക്കട്ടോ. ഇന്ന് നമുക്ക് ഉസ്താമാർക്ക് ഫുഡ് കൊടുക്കേണ്ട ദിവസമാണ്. അപ്പോൾ രാത്രി തന്നെ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ നൂൽപുട്ടും അതേപോലെ തന്നെ തേങ്ങയൊക്കെ വറുത്തരച്ച നല്ല അടിപൊളി ഒരു ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ചിക്കൻ കഴുകിയൊക്കെ വൃത്തിയാക്കേണ്ടതിന് അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചതേനി. അപ്പോൾ രാവിലെ കുറച്ച് നേരത്തെ എണീറ്റതൊക്കെ പുറത്തേക്ക് എടുത്ത് വെച്ചിന് കേട്ടോ, ഐസൊക്കെ വിടാൻ വേണ്ടിയിട്ട്. അങ്ങനെ അത് ഐസൊക്കെ വിട്ട് കഴുകി വെച്ചിട്ടുണ്ടായിന്. പിന്നെ അതിതാ ഞാനൊരു മൺചട്ടിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചിക്കന്. പിന്നെ അതിലേക്ക് ഒരു സവാള, 2 തക്കാളി, അതേപോലെ പിന്നെ 2 ഉരുളക്കിഴങ്ങ്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അതൊക്കെ അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല, അതേപോലെ തന്നെ ഇനി നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. അപ്പോൾ ഈ ഒരു ചിക്കൻ കറി നല്ല ടേസ്റ്റാണ് കേട്ടോ. പത്തിരിക്കും അതേപോലെ നൂൽപുട്ടിനും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. പൊറോട്ടയ്ക്കൊക്കെ പറ്റും. അപ്പോൾ മസാലപ്പൊടികൾ നമ്മൾ എരിവുള്ള മുളക് പൊടിയും അതേപോലെ തന്നെ കാശ്മീരി മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. പിന്നെ മല്ലിപ്പൊടി, പിന്നെ ജീരകം, മഞ്ഞൾപ്പൊടി, ഗരം മസാല, അത്രയും പൊടികളാട്ടോ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ചിക്കൻ മസാല ഉണ്ടെങ്കിൽ ചിക്കൻ മസാല ചേർത്താലും കുഴപ്പമില്ല. എൻ്റെ അടുത്ത് ചിക്കൻ മസാല ഇല്ലേനി കേട്ടോ. അപ്പോൾ ഞാൻ അതിന് കണ്ടിട്ടാണ് മല്ലിപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തത്. ചിക്കൻ മസാല ചേർക്കുമ്പോൾ പിന്നെ മല്ലിപ്പൊടിയൊക്കെ കുറച്ചിട്ടാൽ മതി. അപ്പോൾ എന്നിട്ട് ഇതേപോലെ കൈവച്ചിട്ട് നല്ലോണം തിരുമ്മി കുഴച്ചെടുക്കുക. ആ തക്കാളിയൊക്കെ അങ്ങനെ നമ്മൾ വഴറ്റിയിട്ടല്ലല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇങ്ങോട്ട് സവാളയൊക്കെ നല്ലോണം അതിൽ സവാളൻ്റെ നീരും തക്കാളിൻ്റെ നീരൊക്കെ എല്ലായിടത്തും ആവാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു 2-2.5 ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ചിട്ട് വേവിച്ചെടുക്കാം. പിന്നെ ഇതിക്കുള്ള തേങ്ങയൊക്കെ ഞാൻ തലേ ദിവസം തന്നെ വറുത്ത് വെച്ചിട്ടുണ്ട്. രാത്രി അതൊക്കെ ചെയ്ത് വെച്ചതുകൊണ്ട് രാവിലെ പിന്നെ അങ്ങനെ അതിനൊന്നും ടൈം പോവില്ല. അപ്പോൾ ഞാനിവിടെ നമ്മളെ രാത്രിക്കത്തെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം വിറക് ഇങ്ങനെ വാര വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ വിറക് വാരക്കാന്ന് അതിന് പറയല്. അടുപ്പ് ചൂടുണ്ടാവുമ്പോഴേ പിന്നെ വിറക് അതിൻ്റെ മേലെ വെച്ച് ചകിരിയും ഒക്കെ നമുക്ക് പിറ്റേ ദിവസം കത്തിക്കാനുള്ളത് ഇതേപോലെ വെച്ച് കഴിഞ്ഞാൽ രാവിലെ അടുപ്പ് കത്തിക്കാൻ സുഖമാണ് കേട്ടോ. അങ്ങനെ വിറകിന് ആ ഒരു ചൂടുണ്ടാവും. ചൂടുള്ള അടുപ്പത്തല്ലേ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ വിറക് തണുത്ത് കഴിഞ്ഞാൽ കത്താൻ പ്രയാസമല്ലേ. അങ്ങനെ ഈ ചൂടുള്ള വിറകാകുമ്പോൾ പെട്ടെന്ന് കത്തിപ്പിടിച്ചിട്ടു കേട്ടോ. വിറക് വാരക്കാൻ തന്നെ കേട്ടോ പറയല്. പിന്നെ കുറച്ച് ചുള്ളി വിറകൊക്കെ ഉണ്ടായിന്. ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞിരിക്കണം. അപ്പോൾ വലിയ വിറകാകുമ്പോൾ കത്തിപ്പിടിച്ച് കിട്ടാൻ കുറച്ച് ഗതികേടാണ്. ഈ ചെറിയ ചുള്ളി വിറക് ഉണ്ടെങ്കിൽ എളുപ്പമാട്ടോ തീ കത്തിക്കാൻ. ഫസ്റ്റ് തന്നെ തീ മൂട്ടുമ്പോൾ ചെറിയ ഇങ്ങനെ റബ്ബർ ചുള്ളി വിറക് ഉണ്ടാവലുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞാണ് ഇപ്പോൾ. പിന്നെ ഇപ്പോൾ നല്ല മഴയല്ലേ. ഇനിയിപ്പോൾ മഴയൊക്കെ ഒന്ന് ഒതുങ്ങട്ടെ, എന്നിട്ട് കുറച്ചൊക്കെ എടുത്തേക്കണം. എന്താണ് പറയുന്നത്, മഴക്കാലത്തേക്കൊക്കെ നമ്മൾ ശേഖരിച്ച് വെക്കണം എന്നുള്ളത്. അപ്പോൾ കേട്ടോ അടുപ്പ് കത്തിച്ചിക്കണ്. ഉഷാറായിട്ട് തന്നെ കത്തി വന്നിക്കണ്. കുറച്ച് മണ്ണെണ്ണ ഒഴിച്ചു അടുപ്പിക്ക്. പിന്നെ ഓലക്കൊടിയൊക്കെ വെച്ചാണ്ട് ചെറിയ ചുള്ളി വിറകൊക്കെ വെച്ച് കൊടുത്ത് കത്തിച്ചിട്ടോ. അങ്ങനെ അടുപ്പ് കത്തി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ കറി അടുപ്പത്ത് വെച്ച്. അപ്പോൾ അതിനിപ്പോൾ ഇടയ്ക്കൊന്ന് വന്നിങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. ഇനി നമുക്ക് നൂൽപുട്ട് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 3.5 ഗ്ലാസ് വെള്ളം വെച്ചിരിക്കണം കേട്ടോ പിന്നെ അടുപ്പത്ത്. അപ്പോൾ അതൊന്ന് ചൂടാവട്ടെ. വെള്ളത്തിൽ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നൂൽപുട്ട് ഉണ്ടാക്കുമ്പം ഈ ഒരു രീതിയിലാണ് വെള്ളം ചൂടാക്കൽ കേട്ടോ. നമ്മൾ വെള്ളം അടുപ്പത്ത് വെക്കുമ്പോൾ അങ്ങനെ ചെറിയ കുമിളകൾ വരുമല്ലോ തിളക്കണീൻ്റെ മുന്നേ. പിന്നെ അതേപോലെ ആവി ഇങ്ങനെ വരും ചെയ്യും. ആ ഒരു സമയത്ത് ഞാൻ തീ ഓഫാക്കും കേട്ടോ. അപ്പോൾ ആ ഒരു വെള്ളത്തേക്കാണ് നമ്മൾ പൊടി ഇട്ട് കൊടുക്കുക. അങ്ങനെ തീയൊക്കെ ഓഫാക്കി വെള്ളത്തേക്ക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യം 2 കപ്പ് പൊടി ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇങ്ങനെ ആകുമ്പോൾ എളുപ്പമാണ് കേട്ടോ. നമുക്ക് കൈകൊണ്ട് അങ്ങനെ കുഴച്ചെടുക്കൊന്നും വേണ്ട. പിന്നെ അതേപോലെ പാക്കറ്റ് പൊടിയാണെങ്കിൽ ചിലപ്പോൾ വെള്ളം ഇതിലേറെ വേണ്ടി വരും കേട്ടോ. ചൂടും ചിലപ്പോൾ ഇതിലേറെ വേണ്ടി വരും. അതെനിക്കറിയില്ല. ഞാൻ അധികം യൂസ് ചെയ്യൽ നമ്മൾ വീട്ടിൽ അരിയൊക്കെ കഴുകി പൊടിച്ചെടുക്കണ ആ ഒരു അരിപ്പൊടിയാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യൽ. അപ്പോൾ അങ്ങനത്തെ അരിപ്പൊടിക്ക് ഈ ഒരു വെള്ളം മതി കേട്ടോ. പാക്കറ്റ് പൊടി ആകുമ്പം അരിയല്ല പൊടി വറുത്തുകൊണ്ടൊക്കെയാണ് പാക്കായി വരിക. അപ്പോൾ അങ്ങനത്തേതാകുമ്പോൾ കുറച്ച് ചൂടും വേണ്ടി വരും, വെള്ളവും കുറച്ച് അധികം വേണ്ടി വരും. ഇതിനാകുമ്പോൾ വെള്ളം കുറച്ച് മതി കേട്ടോ. ഞാൻ 3.5 ഗ്ലാസ് വെള്ളമാണ് എടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇതിക്ക് 3.5 കപ്പ് പൊടിയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ആദ്യം 2 കപ്പ് ഇട്ട് മിക്സ് ചെയ്തെടുത്ത് പിന്നെ 1 കപ്പും കൂടെ ഇട്ട് കൊടുത്തു. പിന്നെ അതേപോലെ കുറേശ്ശെ പൊടികൾ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം പാകമായിട്ടുണ്ട്. നമുക്ക് നൂൽപുട്ടിൻ്റെ അച്ചക്ക് പീച്ചെടുക്കാൻ പാകത്തിനുള്ള ഇതായിട്ടുണ്ട് കേട്ടോ. കുറച്ച് അഴവായിട്ട് വേണം മാവ്, നല്ലോണം ഇങ്ങോട്ട് ടൈറ്റ് ആവരുത്. പിന്നെ എനിക്ക് പത്തിരിയൊക്കെ ഉണ്ടാക്കണ സുഖം രാവിലെ ഇതേപോലെ ഉസ്താമാരെ ചിലവ് ദിവസമൊക്കെ ആകുമ്പോൾ രാവിലെ തന്നെ നമുക്ക് ഒക്കെ റെഡിയാക്കണമല്ലോ. പിന്നെ കുട്ടികൾക്ക് സ്കൂളും ഉണ്ട്.
അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ പത്തിരിപ്പണിക്ക് നിന്നാൽ ചിലപ്പോൾ നേരം വൈകും. അല്ലെങ്കിൽ പിന്നെ തലേ ദിവസം പരത്തിയൊക്കെ വെക്കണം. തലേ ദിവസം ഒന്നും ഒഴിവില്ലേന് കേട്ടോ, വൈകുന്നേരമൊക്കെ എന്തൊക്കെയോ പണികളുണ്ടേന്. അപ്പോൾ ഞാൻ നൂൽപുട്ടാക്കാമെന്ന് വിചാരിച്ചു. നൂൽപുട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നൂൽപുട്ടാണ് നമ്മളത്. അപ്പോൾ ഇതാട്ടോ, ഞാൻ ഈ മരത്തിൻ്റെ അച്ചുവാണ് എടുക്കൽ. ഇത് വീഡിയോയിൽ കണ്ടിട്ട് കുറേ കൂട്ടുകാർ ചോദിക്കാറുണ്ട് ഇത് എവിടെ നിന്നാണ് വാങ്ങുക എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇത് സ്റ്റീൽ പാത്രങ്ങളൊക്കെ വാങ്ങണ കടയിൽ ചോദിച്ചാൽ മതി കേട്ടോ, മരത്തിൻ്റെ നൂൽപുട്ടിൻ്റെ അച്ചുണ്ടോ എന്ന് ചോദിച്ചാൽ മതി. ഇതിലാവുമ്പോൾ എന്താ പറയുക, ചെറിയ നൂലേക്കാരം. അപ്പോൾ അത് കാണാനും ഒരു ഭംഗിയാണ്, അതേപോലെ തന്നെ നല്ല സോഫ്റ്റ് വയ്ക്കാരം നൂൽപുട്ട്. അപ്പോൾ അതാ കണ്ടോ, എളുപ്പത്തിൽ നമുക്ക് പീച്ചെടുക്കാൻ പറ്റും കേട്ടോ, അങ്ങനെ ബലം പിടിക്കൊന്നും വേണ്ട. പിന്നെ ഇതിനുള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ മാവ് കുറച്ചേ കൊള്ളുള്ളൂ. ശരിക്കാണെങ്കിൽ ഒരു നൂൽപുട്ടിനുള്ള മാവേ ഉണ്ടാവുള്ളൂ കേട്ടോ ഇതിൽ. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാവ് നിറച്ച് കൊടുക്കണം, ആ ഒരു പ്രശ്നമുള്ളൂ. ഞാൻ ഈ ഒരു പ്ലേറ്റിൽ അത്യാവശ്യം കുറച്ച് വലിപ്പത്തിലുള്ള നൂൽപുട്ട് തന്നെയാണ് കേട്ടോ ഉണ്ടാക്കാറ്. അപ്പോൾ ഒരു 2 നൂൽപുട്ടൊക്കെ ഒരാൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ വയറ് ഫില്ലാവും. അത്ര കട്ടിയിലുള്ള നൂൽപുട്ടാട്ടോ ഞാൻ ഉണ്ടാക്കൽ. പിന്നെ നൂൽപുട്ട് നല്ല സോഫ്റ്റും ആണ്, അതുകൊണ്ട് പിന്നെ കുറച്ച് കനത്തിലുണ്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതാട്ടോ പ്ലേറ്റൊക്കെ നിറച്ച് ഇതേപോലെ ഞാൻ പീച്ചെടുത്തിട്ടുണ്ട്. ആദ്യം ഈ 6 പ്ലേറ്റിക്കാണ് നൂൽപുട്ട് പീച്ചെടുക്കും. പിന്നെ അതിൻ്റെ ഇടയിൽ ഇഡ്ഡലി ചെമ്പിൽ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ വെള്ളം തിളക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിൽ നൂൽപുട്ട് ഇങ്ങനെ പീച്ചെടുക്കും ചെയ്യാം. അങ്ങനെ പെട്ടെന്നാവും കേട്ടോ നൂൽപുട്ടാവുമ്പോൾ. പിന്നെ ഒന്ന് സ്കൂളുള്ള ദിവസമാണ്, അപ്പോൾ റിച്ചുമോന് ചോറ് കൊടുത്തയക്കണം. അപ്പോൾ ഓൻ പറഞ്ഞതിന് നൂൽപുട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ എനിക്ക് നൂൽപുട്ട് മതി വെച്ചേ, ചോറ് വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഓനക്കൊന്ന് നൂൽപുട്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതുകൊണ്ട് കറി ആദ്യം ഞാൻ അടുപ്പത്ത് കൊണ്ടുപോയി വെച്ചതില്ലേ, പിന്നെ കുക്കറിലോ എങ്ങനെയൊക്കെ ആയിട്ട് ചോറ് വേവിച്ചെടുക്കും. അപ്പോൾ എനിക്ക് നൂൽപുട്ട് മതി പറഞ്ഞപ്പോൾ പിന്നെ അതിന് നിന്നിട്ടില്ല. അപ്പോൾ അതാട്ടോ നൂൽപുട്ടൊക്കെ ഞാനിവിടെ 6 പ്ലേറ്റിക്കും പീച്ചെടുത്തിട്ടുണ്ട്. ചിലപ്പം ഇങ്ങനത്തെ മരത്തിൻ്റെ അച്ഛൻ നമ്മൾ വാങ്ങിക്കുമ്പോഴേ ഫസ്റ്റ് തന്നെ ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ എത്രക്ക് അങ്ങോട്ട് നല്ല സുഖത്തിൽ ഈസി ആയിട്ട് അങ്ങോട്ട് പീച്ചെടുക്കാൻ ചിലപ്പോൾ കഴിഞ്ഞോളണമെന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങളിന്നെ ചീത്ത അറിയരുത്. കാരണം എന്താ വെച്ചാൽ പുതിയതാവുമ്പോൾ കുറച്ച് ടൈറ്റ് ആവും, പിന്നെ അതിങ്ങനെ നമ്മൾ ഉപയോഗിച്ചാവുമ്പോൾ ലൂസായിട്ട് വരും കേട്ടോ. എല്ലാം അങ്ങനെയാണെന്നല്ല കേട്ടോ പറയണത്, ചിലത് കേട്ടോ, ചില അച്ഛ ചിലപ്പോൾ അങ്ങനെ വരും. അപ്പോൾ ഇനി അങ്ങനെ വന്ന് വിചാരിച്ചാണ്ട് എന്നെ ചീത്ത അറിയരുത്. ഞങ്ങൾ ഹൈഫ കിച്ചണിൽ കണ്ട് വാങ്ങിച്ചതാണ്, അപ്പോൾ അതങ്ങനെയായി ഇങ്ങനെയൊന്നും പറയരുത്. അതെന്താ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ എല്ലാത്തിനൊന്നും വരില്ല, ചിലത് ചിലപ്പോൾ കുറച്ച് ടൈറ്റായിട്ടൊക്കെ വരും. അത് അങ്ങനെ നമ്മൾ ഉപയോഗിച്ചാകുമ്പോൾ റെഡി ആവും കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ നൂൽപുട്ടിൻ്റെ പ്ലേറ്റ് ഞാൻ ഈ ഒരു സ്റ്റാൻഡുമ്മക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൽ 3 കൊള്ളുള്ളൂ, 3 പ്ലേറ്റേ കൊള്ളുള്ളൂ. അപ്പോൾ ആദ്യം 3 ആവി കയറ്റി വേവിച്ചെടുക്കും. എന്നിട്ട് ഇതിങ്ങോട്ട് എടുക്കുമ്പോൾ ആ 3 വെച്ച് കൊടുക്കും. എന്നിട്ട് ഈ പ്ലേറ്റത്ത് തട്ടി കൊടുത്തിട്ട് ഈ പ്ലേറ്റിലും അങ്ങനെ പീച്ച് വെക്കും. അപ്പോൾ എളുപ്പമുണ്ട് കേട്ടോ. പിന്നെ ഇതാ നമ്മളെ ചിക്കൻ കറിക്ക് തേങ്ങ ഇന്നലെ രാത്രിയിൽ വറുത്ത് വെച്ചതേന് കേട്ടോ. മീൻ കറി ഉണ്ടാക്കാണ്ടേന്. അപ്പോൾ മീൻ കറിയൊക്കെ ഉണ്ടാക്കിയപ്പോൾ അടുപ്പിൽ കനലും ഉണ്ട്. അപ്പോൾ ഞാൻ ഇരുമ്പിൻ്റെ ചട്ടി വെച്ചുകൊണ്ട് അങ്ങനെ തേങ്ങയൊക്കെ വറുത്ത് വെച്ചിന്. അതുകൊണ്ട് ഇപ്പോൾ സുഖമായിട്ടോ, തേങ്ങ പൊളിച്ചാനും അതേപോലെ ചിരവാനും വറുക്കാനും ഒന്നും നിൽക്കണ്ട, വേഗം അരച്ചെടുത്താൽ മതി. അപ്പോൾ ആവശ്യത്തിനുള്ളത് ജാർക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 2 ട്രിപ്പാക്കി ഇട്ടിട്ട് അങ്ങനെ ആണ് കേട്ടോ അരച്ചെടുക്കണത്. ചെറിയ ജാറിലായതുകൊണ്ട് നമ്മുടെ മിക്സിയൊക്കെ കുറേ മുന്നുള്ളതാണ് കേട്ടോ, കുറേ വർഷങ്ങളായിക്കണം. ഞങ്ങൾ കുറച്ച് ഒരു 2 വർഷമൊക്കെ വാടകയൊക്കെ താമസിച്ചിന്, അന്ന് വാങ്ങിയ മിക്സിയാണ്. ഇപ്പോഴും അതന്നെ ഞാൻ യൂസ് ചെയ്യണത്. അപ്പോൾ ഇപ്പം ജാറിനൊക്കെ മൂർച്ചം കുറഞ്ഞിരിക്കണ്. അപ്പോൾ എന്താ ചെറിയ ജാറിലുള്ളൂ ശരിക്കും അങ്ങോട്ട് അരഞ്ഞിട്ട്. അപ്പോൾ വലിയ ജാറൊന്നും എടുക്കാതെ ചെറിയ ജാർ തന്നെ 2 ട്രിപ്പാക്കിയിട്ട് അങ്ങനെ അരച്ചെടുത്തിട്ടോ. അപ്പോൾ അത് റെഡിയായി. ഇനി കറി വന്നാൽ അതിക്കൊണ്ടേ ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ ഇതാ നൂൽപുട്ടും ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താ ആ നൂൽപുട്ടിന് എടുത്തിട്ട് നമ്മൾ പീച്ച് വെച്ച 3 ഉണ്ടല്ലോ അവിടെ, അത് അതിമക്കാണ് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത് ഇനി എന്താ ആ ഇഡ്ഡലി ചെമ്പിലാണ് വെക്കും. എന്നിട്ട് ഇത് മറ്റീത്ത് തട്ടിയിട്ട് അതിലാണ് പീച്ചെടുക്കും കേട്ടോ. അപ്പോൾ എളുപ്പം പണികൾ കഴിയും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഐഫക്കുട്ടിക്ക് മദ്രസ ഉണ്ട്. ഐഫക്കുട്ടിനെ വിളിച്ചോണത്തിലൊക്കെ അപ്പച്ചിൻ്റെ ജോലിയാണ് കേട്ടോ. ഞാൻ വിളിച്ചാൽ അത്ര പെട്ടെന്നാണ് നീച്ചൂല, ഇപ്പച്ചി വിളിച്ചാൽ എളുപ്പം നീച്ചും. അപ്പോൾ ഓളെ മദ്രസക്ക് പറഞ്ഞേക്കാൻ ഓൾക്ക് ചായയൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് ബാബു. അപ്പോൾ ഞാൻ ഒരു വാഴൻ്റെ വെട്ടിക്കൊണ്ടുവന്നു. ഇനി വാഴൻ്റെ കേട്ടോ നൂൽപുട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പം നമ്മൾ നൂൽപുട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നല്ല സോഫ്റ്റാണ്. നമ്മൾ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നൊക്കെ പറയില്ലേ, അത്രയും സോഫ്റ്റാണ് കേട്ടോ. നമ്മൾ തിളച്ച വെള്ളം നല്ല എടുത്തുകണത്, ചൂടുള്ള വെള്ളമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. എന്നാലും ചൂടുള്ള വെള്ളം കൊണ്ട് മാവ് ഉണ്ടാക്കിയാലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നൂൽപുട്ട് കിട്ടും. അതേപോലെ തന്നെ തേങ്ങാപ്പാലിലൊക്കെ ഒഴിച്ചുകൊണ്ട് തേങ്ങാപ്പാലിൽ പുതിർത്തിയിട്ടൊക്കെ കഴിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ കിട്ടില്ല ടേസ്റ്റ് ആയിക്കാറ് കേട്ടോ, തേങ്ങാപ്പാലും പഞ്ചസാരയൊക്കെ ഇട്ടാണ് കഴിക്കുകയാണെങ്കിൽ. അപ്പം നമ്മളിപ്പോൾ ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്, എന്നാലും അങ്ങനെയും കഴിക്കട്ടോ നൂൽപുട്ട്. അപ്പോൾ ഒന്നും കൂടി സോഫ്റ്റ് ആവും ചെയ്യും. അങ്ങനെ ചിക്കൻ കറി ഞാൻ ഇടയ്ക്കൊന്ന് വന്നിങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട്, തീയൊക്കെ കത്തിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചിക്കൻ കറി ആയിട്ടുണ്ട് കേട്ടോ, ചിക്കനൊക്കെ വെന്തിട്ടുണ്ട്. പിന്നെ ഉരുളക്കിഴങ്ങും ഒക്കെ വെന്തിട്ട് എല്ലാം ആയിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് നമ്മൾ ചിക്കൻ്റെ കൂടെ തന്നെയാണ് ഇട്ട് കൊടുത്തിനിയത് കേട്ടോ, കുറച്ച് വലിയ പീസാക്കി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തേക്കിനി.
അങ്ങനെ ഇതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇതിൽ ഒഴിച്ചു കൊടുത്തു തേങ്ങ അരച്ചരപ്പ്. പിന്നെ തേങ്ങ വറുത്തപ്പോഴും കുറേശ്ശെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയും കുരുമുളകും അതുപോലെ തന്നെ വലിയ ജീരകവും ഒക്കെ ചേർത്തിട്ടുണ്ടായിന് കേട്ടോ. പിന്നെ ചെറിയ ഉള്ളി, വെളുത്തുള്ളി, നമ്മൾ തേങ്ങ വറുക്കുമ്പോൾ അങ്ങനെ അതൊക്കെ തന്നെയല്ലേ ചേർക്കൽ, അങ്ങനെ അതൊക്കെ ചേർത്തുകൊണ്ട് വറുത്തെടുത്തതാണ്. അപ്പോൾ തേങ്ങ അരച്ചരപ്പ് ഒഴിച്ചു കൊടുത്തു. ഇനി നല്ലോണം ഒന്ന് വെട്ടി തിളപ്പിച്ചെടുക്കണം, ആ മസാലൻ്റെ കുത്തൊക്കെ ഒന്ന് പോകണം. അപ്പോൾ ഇതാട്ടോ നല്ലോണം തിളച്ചിട്ടുണ്ട് കറി. ഇനി നമുക്കിത് അടുപ്പത്തുനിന്ന് വാങ്ങിയേക്കാം. അപ്പോൾ കറി ഇനി തൂമിക്കാനുള്ളൂ. പിന്നെ ഈ അടുപ്പത്ത് തന്നെ നമുക്ക് ചോറിനുള്ള വെള്ളവും വെക്കാം. അപ്പോൾ റിച്ചുമോന് ചോറ് കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ട് അപ്പം തന്നെ ഞാൻ അടുപ്പത്തിട്ടത്. പിന്നെ അടുപ്പിൽ നല്ല തീയുണ്ടല്ലോ, ഇങ്ങനെ അടുപ്പിൽ കനലൊക്കെ ഉള്ള സമയത്ത് തന്നെ നമുക്ക് കുക്കിംഗ് ആണ് തീർത്ത് വെച്ചാൽ പിന്നെ ഗ്യാസുമ്മക്ക് പോകണ്ട. അടുപ്പിൽ കനലുണ്ടാവും ചെയ്യും. പിന്നെ വേറെ തീ കത്തിക്കാനൊന്നും നിൽക്കും വേണ്ടല്ലോ, ചകിരിയോ ചിരട്ട എന്തിട്ടാലും കത്തും അങ്ങനത്തെ സമയത്ത്. അങ്ങനെ ചോറിന് വെള്ളം വെച്ചു. പിന്നെ ഇവിടെ നൂൽപുട്ട് പരിപാടി അങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. നൂൽപുട്ട് അങ്ങനെ ഓരോ ട്രിപ്പ് ഞാൻ ചുട്ടെടുക്കുന്നുണ്ട്. അങ്ങനെ നൂൽപുട്ട് ചുടൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ കറി നല്ലോണം തിളച്ചടുപ്പത്തു നിന്നൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇനി കറി ഒന്ന് തൂമിച്ചെടുത്താൽ മതി. അപ്പോൾ കണ്ടോ നമ്മൾ തേങ്ങയൊക്കെ വറുത്ത് അരച്ചതുകൊണ്ട് ആ ഒരു തേങ്ങത്തെ വെളിച്ചെണ്ണയൊക്കെ ഇങ്ങനെ മേലെ പാകി നിൽക്കണത് കണ്ടോ. അപ്പോൾ തേങ്ങ നല്ലോണം വറുത്തെടുക്കണം കേട്ടോ, എന്നാൽ നല്ല ടേസ്റ്റാണ് കറി. തേങ്ങ വറുത്തരച്ച ചിക്കൻ കറി പത്തിരിക്കും പൊറോട്ടയ്ക്കൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഞാനിതൊന്ന് വറവിട്ടെടുക്കും കൂടെ ചെയ്തിട്ടുണ്ട്. ചെറിയ ഉള്ളി വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചിട്ട് കറിവേപ്പിൻ്റെലൊക്കെ ഇട്ടാണ്ട് അങ്ങനെ കറി വറവിട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഒന്ന് അടച്ച് വെക്കാം നമുക്ക്. അടച്ച് വെച്ചിട്ട് പിന്നെ തുറന്ന് നോക്കിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ ആ കറിവേപ്പിൻ്റെലിൻ്റെയും ചെറിയ ഉള്ളിൻ്റെയും ഒക്കെ ഫ്ലേവർ നല്ലോണം കറിയൊക്കെ അങ്ങോട്ട് ഇറങ്ങിക്കോളും. അല്ലെങ്കിൽ ആ സ്മെല്ലൊക്കെ പുറത്തേക്കാണ് പോകും കേട്ടോ. അങ്ങനെ നമ്മളെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ റിച്ചുമോന് സ്കൂൾക്ക് പോകാനായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഓന് മച്ചേ ചായ തരി പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓനക്ക് നൂൽപുട്ടും ചിക്കൻ കറിയൊക്കെ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഞാൻ ഉപ്പുണ്ടോ എരിവുണ്ടോ ഒന്നും നോക്കിയിട്ടില്ല. അപ്പോൾ ഓനക്ക് ഒരു നൂൽപുട്ട് എടുത്താണ്ട് കറിയൊക്കെ ഒഴിച്ചാണ്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാബു അവിടെ വന്നിരിക്കുന്നുണ്ട് കേട്ടോ ചായക്ക്. അപ്പോൾ ബാബുവിനും ചായ കൊടുത്തു. ഉസ്താമാർക്ക് ഒരു 8:30 ആകുമ്പോഴാണ് കേട്ടോ ഫുഡ് കൊടുക്കേണ്ടത്. അപ്പോൾ ബാബുവിനും ഒരു പ്ലേറ്റിക്ക് 2 നൂൽപുട്ടും ചിക്കൻ കറിയൊക്കെ ഒഴിച്ച് ബാബുവിനും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തു. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഞാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പിന്നെ റിച്ചുവിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പാത്രത്തിലും ആക്കണ്ടേ, ഓനക്ക് പാത്രത്തിലൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉസ്താമാർക്കുള്ളത് ഞാൻ വേറെ എടുത്ത് വെച്ചിട്ടോ. ഇനി നമ്മളിങ്ങനെ കയ്യിലൊക്കെ ഇട്ട് ഇളക്കുമ്പോൾ ഒരു ഇത് വേണ്ട വിചാരിച്ചിട്ട് ഓർക്കുള്ളത് ഞാൻ വേറെ പാത്രത്തേക്ക് എടുത്ത് വെച്ചു, നൂൽപുട്ടും കറിയൊക്കെ. അങ്ങനെ റിച്ചുവിന് ഇന്ന് ലഞ്ച് ബോക്സിൽ നൂൽപുട്ടും ചിക്കൻ കറി ആക്കി കൊടുത്തു. അപ്പോൾ ഇത് ഞാൻ ഒരു കവറിലിട്ട് കെട്ടി കൊടുക്കും കേട്ടോ, അല്ലെങ്കിൽ ഇനിയിപ്പം കറി ഒലിച്ചാലോ വിചാരിച്ചിട്ട്. കുപ്പിയിൽ കൊടുത്താൽ ഓനക്ക് വേണ്ട, കുപ്പിയിൽ വേണ്ട അയക്കന്നെ ഒഴിച്ചാൽ മതി എന്നാണ് പറയാം. അങ്ങനെ റിച്ചുമോനെ പറഞ്ഞയച്ചു. അപ്പോൾ തന്നെ നമ്മൾ ഉസ്താമാരെ പാത്രവും കൊണ്ട് വന്നിട്ടുണ്ടായിന് കേട്ടോ മദ്രസത്തെ കുട്ടികൾ. അപ്പോൾ ഓർക്കുള്ളതും പാത്രത്തിലൊക്കെ ആക്കി കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം ഞാൻ ഈ പാത്രമൊക്കെ ഒന്ന് കഴുകി തുടച്ചെടുത്ത്, അവർ മദ്രസയിൽ നിന്ന് കഴുകലുണ്ടാവും, പക്ഷേ ലിക്വിഡൊക്കെ ഉപയോഗിച്ചിട്ട് കഴുകണമെങ്കിൽ നമ്മളെ പോലെയുള്ള വീട്ടമ്മമാർ തന്നെ കഴുകി കൊടുക്കണം. പിന്നെ നിങ്ങൾ അവിടെയൊക്കെ ഈച്ച ഉണ്ടോ ഒന്ന് കമൻറ്റ് ചെയ്യോണ്ടിട്ടോ. നമ്മളവിടെ ഈച്ച ഇല്ലേനും. ഇന്നലെ ഒരു ചക്ക കഷ്ണം കിട്ടീനി അടുത്ത വീട്ടിൽ നിന്ന്. ഞാൻ ഇന്നലെ വീഡിയോയിൽ കാണിച്ചിരുന്നല്ലോ. ആ ചക്ക അങ്ങോട്ട് കൊണ്ടുവന്ന ആ ഒരു അപ്പോൾ വന്നതാണ്, ആ ചക്കൻ്റെ ഒപ്പം വന്നതാട്ടോ ഈച്ച. കിച്ചണിൽ വല്ലാതെ അങ്ങോട്ട് ഇല്ലേനി, മേലെ സിറ്റ് ഔട്ടിലുണ്ടായിനി. ഇപ്പോൾ കിച്ചണിക്കും വന്നിക്കണം കേട്ടോ. അപ്പം ചിലപ്പോൾ നിങ്ങൾ വീഡിയോയിൽ തന്നെ കാണുന്നുണ്ടാവും, എന്നാലും ഫുഡിലൊന്നുമില്ല, പക്ഷേ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം തന്നെ പോലെ പറഞ്ഞയക്കാഞ്ഞാലേ പിന്നെ ഗതികേടാണ്. ഈച്ച വന്നാൽ പിന്നെ പോവാൻ ഭയങ്കര പ്രയാസമാണ്. എനിക്കാണെങ്കിൽ ഭയങ്കര, എല്ലാവർക്കും അങ്ങനെ തന്നെയാവും, എന്തോ ഒരു പോലെയാണ് ഈച്ച വന്നു കഴിഞ്ഞാൽ കേട്ടോ. പിന്നെ ഒരു മനസമാധാനം കിട്ടൂല. നമ്മളിങ്ങനെ പറയില്ലേ ഐശ്വറിയില്ലേ, അത് ഇടയ്ക്കിടയ്ക്ക് പറയട്ടോ ഈച്ചനെ കണ്ടാൽ. അപ്പം എന്തായാലും ഓലെയൊക്കെ ഒന്ന് പറഞ്ഞയക്കണം. അവിടെ ഇവിടെയൊക്കെ വന്നു ഇങ്ങനെ കാണുന്നുണ്ട്. ചക്കൻ്റെ സ്മെല്ല്, ചക്കൻ്റെയും മാങ്ങൻ്റെയും ഇത് കിട്ടിയാൽ എളുപ്പം വരും. അപ്പോൾ ഉസ്താമാർക്കുള്ള ഫുഡൊക്കെ പാത്രത്തിലാക്കി കൊടുത്തു. ഈ പാത്രത്തിൽ ഇത്ര തന്നെ കൊള്ളുള്ളൂ കേട്ടോ. ആ ഉള്ള പാത്രത്തിലൊക്കെ ഞാൻ നിറച്ച് ഒക്കെ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ചായയും കൊടുക്കണം. ചായയും കാച്ചി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഫ്ലാസ്ക് ഉണ്ട് വേറെ, അപ്പോൾ ആ ഫ്ലാസ്ക്ക് ചായ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എനിക്ക് ഉസ്താമാർക്ക് ഫുഡ് കൊടുക്കണത് ഇഷ്ടമാട്ടോ. എല്ലാവർക്കും അങ്ങനെ തന്നെ ആവും. ഒരു നേരത്തെ ഒരു പ്രാർത്ഥനയില്ലെങ്കിലും നമ്മളുണ്ടാവുമല്ലോ. നമുക്ക് അവർക്ക് ഫുഡ് കൊടുക്കുന്ന ആൾക്കാരെയൊക്കെ എല്ലാ പ്രാർത്ഥനയിലും ഉൾപ്പെടുത്തും. പ്രത്യേകിച്ച് നമ്മളെ മദ്രസയിലൊക്കെ എന്തെങ്കിലും പരിപാടി ഉണ്ടാകുമ്പോൾ പ്രത്യേകിച്ച് ഉസ്താമാർ ദുആ ചെയ്യലുണ്ട് കേട്ടോ. അപ്പം എന്താ പറയുക, നമുക്ക് അങ്ങനെ
വലിയതായിട്ടൊന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും നമുക്ക് കഴിയുന്ന രീതിയിലുള്ളത് കൊടുത്താൽ മതി. ഒരു ഇപ്പോൾ ഇന്നത് വേണമെന്നൊന്നും പറയൂല. അപ്പോൾ മദ്രസത്തെ കുട്ടികളാണ് കേട്ടോ വരിക ഫുഡ് കൊണ്ടുപോകാൻ. അപ്പോൾ ഒരു കയ്യിൽ ഫുഡൊക്കെ കൊടുത്തയച്ചു. പിന്നെ ഞാൻ ഇന്നലെ ചക്കപ്പൊരി ഉണ്ടാക്കിന് കേട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ നമ്മളെ മറ്റേ ചാനലിൽ ഇടാം കേട്ടോ. അതിക്കും എന്തെങ്കിലുമൊക്കെ വേണ്ടേ. അപ്പോൾ ചക്കപ്പൊരി ഉണ്ടാക്കാൻ ഇങ്ങനെ നീളത്തിലല്ലേ ചക്ക അരിഞ്ഞെടുക്കുക. അപ്പം അങ്ങനെ ചക്ക അരിഞ്ഞെടുത്തപ്പോൾ ചക്കൻ്റെ വേറെ പീസുകളൊക്കെ ഉണ്ടായിനി. അപ്പോൾ അങ്ങനത്തെ പീസൊക്കെ ഞാൻ വേറെ ഒരു പാത്രത്തിലിട്ട് വെച്ചിന് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ചക്കക്കൂട്ടാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇന്ന് ഞാൻ അതുകൊണ്ട് ചക്കക്കൂട്ടാനും ഉണ്ടാക്കുകയാണ്. നമ്മളെ ചോറൊക്കെ വെന്ത് ഞാൻ ഊറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുപ്പ് ഒഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കിയ മൺചട്ടി ഉണ്ടല്ലോ, അതിന് ആ ചിക്കൻ കറിയൊക്കെ ഒഴിവാക്കിയാണ്ട് അതിക്ക് ഇട്ട് കൊടുത്തിട്ടോ ചക്കയും അതിക്ക് പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പും അതിനിട്ടിട്ടുള്ളൂ. പിന്നെ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടതിന്. അപ്പം ഇതാട്ടോ ചക്കപ്പോൾ ഒരു ഹാഫ് വേവൊക്കെ ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് നേരം കൂടെ ഒന്ന് അടച്ച് വെച്ചു. എനിക്ക് ചക്ക ഇങ്ങനെ നല്ലോണം ഇങ്ങനെ ഉടഞ്ഞ് അങ്ങനെയാണ് കേട്ടോ ഇഷ്ടം. കുറച്ചിങ്ങനെ എന്താ പറയുക, കുറച്ച് വെള്ളമൊക്കെ വേണം, അതിൽ കുറച്ച് ഗ്രേവിയൊക്കെ വേണം. അങ്ങനെയാണ് കേട്ടോ ഇഷ്ടം. നല്ല മുറുകിയ ചക്ക കൂട്ടാൻ എനിക്കിഷ്ടമല്ല. അപ്പോൾ ഞാൻ അങ്ങനെ കേട്ടോ ഇത് ഉണ്ടാക്കും ചെയ്യണത്. അപ്പം ഇതിലേക്ക് തേങ്ങയും പച്ചമുളകും നല്ല ജീരകവും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ചതച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ജീരകം ഞാൻ പറഞ്ഞില്ലേ, നല്ല ജീരകം ഇട്ടിട്ടുണ്ടേന് കേട്ടോ. അപ്പോൾ അത് ഒക്കെ ഇട്ടാണ്ട് അതേപോലെ കുരുമുളകും ഇടണ്ടേനി. കുരുമുളക് അപ്പോൾ ഇല്ലേനി കേട്ടോ. അപ്പോൾ ഞാൻ കുരുമുളക് ഇട്ടിട്ടില്ല. കുരുമുളകും കൂടെ വേണം, എന്നാലാണ് ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവുക. കുരുമുളക് പൊടി ഇട്ടാലും മതി. അപ്പോൾ ഇതാട്ടോ ആ അരപ്പൊക്കെ ഒഴിച്ചു കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്തെടുത്ത് ആ ചാറ് ചുഴറ്റി ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിനിട്ടേക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഇങ്ങനെയാണ് ഇഷ്ടമെന്ന്. ഇതിനി ചൂടാറി വരുമ്പോൾ ഒന്നും കൂടെ കുറുകും ചെയ്യും. അപ്പോൾ അങ്ങനെ വല്ലാതെ ടൈറ്റ് ആവണ്ട, കുറച്ച് അഴിഞ്ഞ് ഇങ്ങനെ വെക്കണം കേട്ടോ. അപ്പോൾ അത് ഇനിയിപ്പം ഇവിടുന്ന് തന്നെ തൂമിക്കും ചെയ്യാമെന്ന് വിചാരിച്ച് ഇതിൻ്റെ അടിയിൽ ഞാൻ അകത്തുള്ള പാത്രങ്ങളൊക്കെ കഴുകി കൗണ്ടർ ടോപ്പൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഗ്യാസ് സ്റ്റൗവൊക്കെ തുടച്ച് വൃത്തിയാക്കിയതാണ്. അപ്പോൾ ഇനി അവിടെ പോയി തൂമിക്കാൻ നിന്നാലേ എണ്ണയൊക്കെ തെറിച്ച് പിന്നെ അവിടെയൊക്കെ ക്ലീൻ ആക്കേണ്ടി വരും. അപ്പോൾ ഇനി നമ്മളെ വിറകടുപ്പത്ത് തന്നെ തൂമിക്കാമെന്ന് വിചാരിച്ചാണ് നമ്മൾ ചീനച്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തോണ്ട് കേട്ടോ. ആ ചട്ടി ചൂടാകണമെങ്കിൽ കുറേ സമയം എടുക്കും. അപ്പം ആ സമയം കൊണ്ട് ഇവിടെ കൗണ്ടർ ടോപ്പൊക്കെ ഞാൻ തുടച്ചിട്ടതാണ്. അപ്പം നമ്മൾ ഹോം ഷോപ്പത്തെ ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ, റോച്ച് ഔട്ട് എന്ന് പറയും. അത് ഞാനിങ്ങനെ ഒന്ന് സ്പ്രേ ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്, ഈച്ച വരാതെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിങ്ങനെ സ്പ്രേ ചെയ്യും. ഇത് സാധാരണ ഇതെന്തിനാ അറിയാം യൂസ് ചെയ്യൽ, നമ്മളെ കൂറാച്ചില്ലേ, കൂറ വരാതെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് ചെയ്യൽ. പക്ഷേ ഞാൻ അതൊന്ന് സ്പ്രേ ചെയ്തിട്ടിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ ആ സ്മെല്ലുണ്ടാകുമ്പോൾ നല്ല സ്മെല്ലിലോടത്തേക്ക് എന്താ അങ്ങനെ ഈച്ചയൊന്നും വരില്ല എന്നല്ലേ പറയണേക്ക. അപ്പോൾ അങ്ങനെ ഒന്ന് സ്പ്രേ ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ ഈച്ച വരാതെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തന്നെ ചട്ടിയൊക്കെ ചൂടായിനെ അപ്പോൾ അതിക്ക് ഞാൻ കടുകൊക്കെ ഇട്ട് കൊടുത്തു. കറിവേപ്പിൻ്റെയും വറ്റൽമുളകൊക്കെ ഇട്ട് നമ്മൾ ചക്ക കൂട്ടാൻ വറവിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ഒന്ന് അടച്ച് വെക്കുക, കുറച്ച് കഴിഞ്ഞിട്ട് ഇളക്കി കൊടുക്കട്ടോ. അങ്ങനെ കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് പിന്നെ തുറന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ചക്കക്കൂട്ടാൻ റെഡിയായി. പിന്നെ ഇതിക്ക് ഇന്നലത്തെ മീൻ കറി ഉണ്ട് കേട്ടോ. ഇന്നലെ എന്നാൽ അതിൻ്റെ തലേ ദിവസം ഞാൻ മീൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിന്. അപ്പം ആ മീൻ മുളക് ഇട്ടതുണ്ട്, മത്തി മുളക് ഇട്ടത്. അപ്പോൾ അതും കൂട്ടിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് നമുക്ക് വേറൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കട്ടോ. എന്നാൽ പിന്നെ കറിയുള്ള പാത്രങ്ങളൊന്നും അകത്തേക്ക് കൊണ്ടുപോകും വേണ്ട, ഒക്കെ കഴുകി വെക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മളെ പണി പെട്ടെന്ന് തീരും ചെയ്യും. ഇനിയിപ്പോൾ എനിക്ക് കുറച്ച് തുണികൾ അലക്കാനുണ്ട്, അലക്കലും കുളിക്കലും അങ്ങനത്തെ പണികളൊക്കെ ഉള്ളൂ കേട്ടോ. പാത്രം കഴുകലൊക്കെ കഴിഞ്ഞു. പിന്നെ അതൊക്കെ മക്കൾ അടിച്ചു വാരും, ഒരാൾ അടിച്ചു വാരും ചെയ്യും, ഒരാൾ തുടക്കുകയും ചെയ്യും. പിന്നെ ഇന്ന് പുറത്ത് പോവാണ്ട് ഉമ്മ നാത്തൂൻ്റെ അവിടെയാണ് കേട്ടോ. ഉമ്മാനെ കണ്ടിട്ട് കുറേ ദിവസത്തേക്കണം. അപ്പോൾ അങ്ങോട്ടൊന്ന് പോകണം. അപ്പോൾ നമുക്ക് ഈ മാസത്തെ ഗിവ് അവേ വിന്നർ നോക്കട്ടോ. ഗിവ് അവേ വിന്നർ ഒന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാനിത് അവിടെ വൈറ്റി സ്റ്റുഡിയോ ഓപ്പൺ ആക്കി കമൻറ്റ് ബോക്സ് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് 931 കമൻറ്റാണ് കേട്ടോ ടോപ്പിൽ വന്നിട്ടുള്ളത്. അത് തന്നിട്ടുള്ളത് സമീറ പി എന്നുള്ള ഒരു ഐ ഡിയിൽ നിന്നാണ്. പിന്നെ അതിൻ്റെ താഴെ 2 പേരുണ്ട് 906, ഒന്ന് ദിൽന, ഒന്ന് മുഹജൗഹർ. ഒരു രണ്ടാളും 906 കമൻറ്റാട്ടോ തന്നിട്ടുള്ളത്. അപ്പോൾ ഒരു 3 ആളുമാണ് ആ ഒരു ഇതിൽ നിൽക്കുന്നത്. അപ്പോൾ ഇതിൽ ടോപ്പിൽ വന്നത് 931. അപ്പോൾ ഓരെ നമുക്ക് വിന്നറായിട്ട് സെലക്ട് ചെയ്യാം. അപ്പോൾ സമീറ പി ആണ് ഈ മാസത്തെ നമ്മളെ ഗിവ് അവേ വിന്നർ. അപ്പോൾ നമ്മളെ ഇൻസ്റ്റയിൽ വന്നിട്ട് മെസ്സേജ് അയക്കണം കേട്ടോ. അഡ്രസ്സും കാര്യങ്ങളൊക്കെ അയച്ചു തരിക. അപ്പോൾ നമുക്ക് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കണം. അപ്പോൾ നമ്മളെ ഗിവ് അവേ വിന്നർക്ക് എല്ലാവരും കൺഗ്രാജുലേഷൻ പറയാട്ടോ. അപ്പോൾ ഇനി അടുത്ത വിന്നർ ചിലപ്പോൾ നിങ്ങളാവാൻ ചാൻസ് ഉണ്ട്. ആരാ നമുക്കറിയില്ല. കമൻറ്റ് ബോക്സിൽ നോക്കി ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ വിന്നറെ തിരഞ്ഞെടുക്കുക കേട്ടോ. അപ്പം വീഡിയോക്ക് ലൈക്കും കമൻറ്റൊന്നും തരാൻ മറക്കരുത്. ഗിഫ്റ്റ് കിട്ടാത്തവരാരും വിഷമിക്കണ്ട. ഇപ്പം നമുക്ക് ഒരു മാസത്തിൽ ഒരാൾക്കുള്ളൂ ഗിഫ്റ്റ് കൊടുക്കാൻ കഴിയുക. ഇനിയിപ്പോൾ നമുക്ക് കൂടുതലൊക്കെ കൊടുക്കാൻ കഴിയുന്ന അവസരം വരികയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ഫസ്റ്റും സെക്കൻഡും തേർഡും ഒക്കെ 2-3 ആളുകളെയൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാം കേട്ടോ.
ഇപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ പോകാൻ കഴിയുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ പോവാം. അങ്ങനെ പണിയൊക്കെ കഴിഞ്ഞ് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഉമ്മാനെ കാണാൻ പോയിട്ടുണ്ടേന്, ഞാനും ബാബു. അങ്ങനെ ഉമ്മാനെയൊക്കെ കണ്ട് വന്നിട്ട് പിന്നെ അത് അവിടെ ചക്കക്കൂട്ടാനും മീൻകറിയൊക്കെ കഴിക്കാട്ടോ. ഞാൻ ചക്കക്കൂട്ടാനും മീൻകറിയും എടുത്തിട്ടുണ്ട്. ബാബു രാവിലെ ഉണ്ടാക്കിയ ചിക്കൻ വറുത്തരച്ച കറി ഉണ്ടല്ലോ, ഉസ്താമാർക്ക് നൂൽപൂട്ടൊക്കെ ഉണ്ടാക്കിയിട്ടില്ലേ, അപ്പോൾ അത് മതി പറഞ്ഞു, ആ കറി മതി പറഞ്ഞു. അപ്പോൾ ബാബുവിന് അതും വിളമ്പി കൊടുത്തു. അങ്ങനെ ഞങ്ങൾ രണ്ടാളും ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.